അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ താരീഖിൽ ഉഹദ് യുദ്ധത്തിനെ സംബന്ധിച്ച പാഠത്തിലാണ് നാം ഉള്ളത്. അപ്പോൾ മുസ്ലിമീങ്ങൾക്കെതിരെ വീണ്ടും മക്കയിലെ മുശ്രിക്കീങ്ങൾ ബദറിന് പ്രതികാരം ചോദിച്ചുകൊണ്ട് പുറപ്പെടുകയും അങ്ങനെ ചില സ്വഹാബത്ത് പ്രവാചകനെ നിർബന്ധിച്ചത് കാരണം പ്രവാചകൻ ഉഹദിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. പ്രവാചകൻ കുറേ സ്വഹാബത്തിനെ മലൻ്റെ മുകളിൽ നിർത്തുകയും ആ മലൻ്റെ പിറകിലൂടെ ശത്രുക്കൾ വരുന്നത് നിങ്ങൾ അമ്പെയ്ത് തടുക്കണമെന്ന് അവരെ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്ത് സംഭവിച്ചാലും നിങ്ങൾ താഴോട്ടിറങ്ങരുതെന്നൊക്കെ പറഞ്ഞു. ഇനി അൽ മഅരിക്കത്ത് എന്ന് പറയുന്ന ഹെഡിങ്ങാണ് എടുക്കാനുള്ളത്, എല്ലാവരും ശ്രദ്ധിക്കുക. അൽ മഅരിക്കത്തു സംഘട്ടനം, യുദ്ധം. അങ്ങനെ വൽതഖന്നാസു ജനങ്ങൾ പരസ്പരം കണ്ടുമുട്ടി. വദന ബഅദും മിൻ ബഅദിൻ ചില ആളുകൾ മറ്റു ചിലരോട് അടുത്തു. അല്ലേ, ശത്രുക്കളും പരസ്പരം അടുത്തു യുദ്ധം ചെയ്തു എന്നർത്ഥം. വഖാമത്ത് ഹിന്ദു ബിന്തു ഉത്ബയുടെ മകളാവുന്ന ഹിന്ദ് അവൾ നിന്നു ഫിനിസ്വ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ. വാഹദിന എന്നിട്ട് ആ പെണ്ണുങ്ങൾ എടുത്തു. അദ്ദുഫൂഫ ദഫുകളെടുത്തു. യൽദുരിബ്ന ബിഹ ആ ദഫ് എന്നിട്ട് അവർ മുട്ടി. ഖൽഫ റിജാലി ആണുങ്ങളെ പിറകിൽ നിന്നുകൊണ്ട് ആ ദഫനെ മുട്ടി. എന്തിനാ? യുഹദ്ദിദുനഹും ആ പെണ്ണുങ്ങൾ എന്നിട്ട് ആണുങ്ങളെ ഇങ്ങനെ ആവേശം കൊള്ളിച്ചു, ആണുങ്ങളെ ഇങ്ങനെ പ്രേരിപ്പിച്ചു യുദ്ധത്തിന്. അങ്ങനെ വക്തതലന്നാസു ജനങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തു, പരസ്പരം വെട്ടി. ഹത്തായതൊരു ഹമിയത്തിൽ ഹർബ് യുദ്ധം അങ്ങണ്ട് കൊടുമ്പിരി കൊണ്ടു. യുദ്ധം അതിശക്തമാവുക എന്നർത്ഥം, യുദ്ധം ചൂടാകുക എന്ന് പറഞ്ഞാൽ. വഖാത്തല അബൂദുജാന അവർ യുദ്ധം ചെയ്തു. അല്ലത് എങ്ങനത്തെ അബൂദുജാനയാണറിയോ? അഹദ സൈഫ മിൻ റസൂലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വാളാണ്ട് വാങ്ങിയ അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം വാഗ്ദാനം ചെയ്തു, ബി അന്നഹു നിശ്ചയമായും ഈ വാൾ യഖുദുഹു ബിഹഖിഹി ആ വാൾ അതിൻ്റെ അവകാശം നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യുദ്ധത്തിന് ഇറങ്ങി. ഹത്താ മഅന ഫിന്നാസി ജനങ്ങൾക്കിടയിലേക്കാണ്ട് അദ്ദേഹം ഊളിയിട്ടിറങ്ങി. വജഅല അദ്ദേഹം ആരംഭിച്ചു, ലാ യൽഖിയാഹദൻ ഒരാളെയും കണ്ടുമുട്ടുന്നില്ല, ഇല്ലാ ഖതലഹു അത് അയാളെ കൊന്നിട്ടല്ലാതെ. കണ്ടുമുട്ടുന്നവരൊക്കെ വെട്ടിയാണ് കൊല്ലുന്നെ, യുദ്ധല്ലേ. വഖാത്തല ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് അങ്ങനെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവർ യുദ്ധം ചെയ്തു. ഖിതാലൻ ഷദീദ അതിശക്തമായ യുദ്ധം. വഖതല അദദൻ മിനൽ അബ്ത്വാൽ ഹംസ റളിയല്ലാഹു അൻഹു വധിച്ചു കളഞ്ഞു. അദദൻ മിനൽ അബ്ത്വാലി ധീരന്മാരാവുന്ന ഒരു കൂട്ടം ആളുകളെ, കാഫിറുകളിൽപ്പെട്ട. ലാ തഖിഫു അമാമഹു ഷൈഉൻ ലാ യഖിഫു നിൽക്കുകയില്ല അമാമഹു ഒന്നും ഷൈഅൻ അദ്ദേഹത്തിന് മുമ്പിൽ ഒരാൾ നിൽക്കാൻ ധൈര്യമല്ല. വകാന വഹ്ഷി ഗുലാമു ഖബീർ ബിൻ മുത്ഇമിൻ്റെ അടിമയാവുന്ന വഹ്ഷിയായിരുന്നു. ലഹു ഈ ഹംസ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ബിൽ മിർസാദ് നിരീക്ഷിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക. അദ്ദേഹത്തിന് നേരെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യാൻ ഒരാൾക്കും കഴിയണില്ല. അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുന്ന ആളുകൾ മുഴുവൻ വെട്ടേറ്റ് മരിക്കുകയാണ്. അപ്പോൾ ചതിപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വഹ്ഷി എന്ന് പറയുന്ന ആൾ, ഖബീർ ബിൻ മുത്ഇമിൻ്റെ അടിമയാകുന്ന വഹ്ഷി ഒരു സ്ഥലത്ത് ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിൽ മിർസാദ് നിരീക്ഷണ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നു. വക്കാന യഖ്ദുഫു ബിൽ ഹർബ അയാൾ എറിയുമായിരുന്നു. ബിൽ ഹർബത്തിൻ ചാട്ടുളി കൊണ്ട്. ഹർബ ചാട്ടുളി കൊണ്ട് എറിയും. ലഹു അദ്ദേഹത്തിൻ്റെ ഒരു ചാട്ടുളി ഉണ്ട്. കല്ലമ യുഖ്തിയു ഷൈഅൻ കല്ലമ വളരെ കുറവാണ്. യുഖ്തിയു ബിഹ ലഹ ആ ചാട്ടുകൂളി പേച്ച് പോകൽ ചെയ്യുന്ന ഒരു വസ്തുവിനെ. അത് ഈ വഹ്ഷി അതിന് നല്ല നിപുണനായ ആളാണ്. അപ്പം അയാളത് എറിഞ്ഞിട്ട് അത് കൊള്ളാതിരിക്കുക വളരെ കുറവാണ്. അപ്പോൾ ആ ചാട്ടുകൂളി എറിയാൻ വേണ്ടി അയാളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പതുങ്ങി നിൽക്കുകയായിരുന്നു. ഖബീർ ബിൽ ഇത്കി ഈ വഹ്ഷിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. അൽ ജുബൈർ ജുബൈറിലെ ആ ജുബൈർ ബിൻ മുത്തൈമാട്ടോ, ഖബീർ അല്ല, നേരത്തെ പറഞ്ഞ മാറിപ്പോയിൻ്റെ ശ്രദ്ധിക്കുക. ജുബൈർ ബിൻ മുത്തൈം. അപ്പോൾ അയാൾ വാഗ്ദാനം ചെയ്തിരുന്നു ബിൽ ഇത്കി എന്ത് അടിമ മോചനം നൽകാമെന്ന്. ഇൻ ഖതല ഹംസത്തൻ ഹംസയെ നീ വധിച്ചു കളഞ്ഞാൽ, ഹംസനെ നീ കൊല്ലുകയാണെങ്കിൽ എനിക്ക് ഞാൻ മോചനം തരും, അടിമയല്ല ഞാൻ സ്വതന്ത്രനാക്കാം, മോചിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വഖദ് ഖതല അമ്മഹു കാരണം എന്താ, എന്തിനാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇത്ര ദേഷ്യപ്പെട്ടത്? വഖദ് ഖതല അമ്മഹു തുഐം യൗമ ബദറിൻ്റെ ദിവസം തൻ്റെ അമ്മിനെ ആര് കൊന്നിട്ടുണ്ട്? തുഐമത്ത് എന്ന് പറയുന്ന തൻ്റെ അമ്മിനെ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നിട്ടുണ്ട് എന്ന് ബദറിൻ്റെ ദിവസമായി വധിച്ചു കളഞ്ഞ യുദ്ധത്തിൽ. അപ്പം അതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ്. വക്കാനത്ത് ഹിന്ദു സൗജ് അബി സുഫിയാൻ മാത്രമല്ല, അബൂ സുഫിയാൻ്റെ ഒരു ഭാര്യയുണ്ട് ഹിന്ദ്.
അവളായിരുന്നു തുഹദ്ദിദുഹു, ഈ വഹ്ഷി അങ്ങനെ പ്രേരിപ്പിച്ചു, കദാലിക അപ്രകാരം, അലാ ഖത്ലി ഹംസത, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി, വശിഫാ നഫ്സിഹ, അവളുടെ നഫ്സിന് ശിഫ കിട്ടാൻ വേണ്ടിയിട്ടും, വഹമല വഹ്ഷി അലാ ഹംസ ബിഹിർബത്തിഹി ഫദഫഅ അലൈഹി, അങ്ങനെ ഹമല വഹ്ഷി നേരെയാക്കിയ ഹംസ റളിയല്ലാഹു അൻഹു നേരെ ബിഹിർബത്തിഹി, തൻ്റെ ചാട്ടൂളി, അപ്പോൾ ഉന്നം പിടിച്ചു നടത്തും, ചാട്ടൂളി ഉന്നം പിടിച്ചു, വദഫഅ അലൈഹി, അങ്ങനെ അയാൾ ആ ചാട്ടൂളി എറിഞ്ഞു, അലൈഹി ഹംസ റളിയല്ലാഹു അൻഹു നേരെ ചാട്ടൂളി എറിയുകയും ചെയ്തു. എത്രത്തോളം ഖറജത്ത് മിൻ ബൈനി റിജ്ലൈഹി, ഖറജത്ത് അത് പുറപ്പെട്ടു, മിൻ ബൈനി റിജ്ലൈഹി, രണ്ട് കാലിൻ്റെ ഇടയിലൂടെ ആ ഇതാണ്ട് വിട്ടു, വഖഅ ഷഹീദൻ, അങ്ങനെ അദ്ദേഹത്തിന് അത് കൊള്ളുകയും അദ്ദേഹം അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. ഹംസ റളിയല്ലാഹു അൻഹു മരിച്ചു നടത്തും. വഖാതല മുസ്അബ് ബിൻ ഉമൈർ, മുസ്അബ് ബിൻ ഉമൈർ എന്നവർ യുദ്ധം ചെയ്തു, ദൂന റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിൽ നിന്നുകൊണ്ട്, ഹത്താ ഖുത്തില, അദ്ദേഹം കൊല്ലപ്പെടുന്നതുവരെ. വഉബലിയൽ മുസ്ലിമൂന ബലാന ഹസന, ഉബലിയ യഹൂദ യുദ്ധത്തിൽ പരീക്ഷിക്കപ്പെട്ടു, മുസ്ലിമീങ്ങൾ ബലാന ഹസന, നല്ലതായ ഒരു പരീക്ഷണം. ഗൽബത്തുൽ മുസ്ലിമീൻ, ഇനി മുസ്ലിമീങ്ങൾ ഒരു വിജയം കരസ്ഥമാക്കുകയാണ്. അങ്ങനെ അല്ലാഹു തആല ഇറക്കി കൊടുത്തു നസ്റഹു, അള്ളാഹുവിൻ്റെ സഹായം, അലൈഹിം, ആ മുസ്ലിമീങ്ങൾക്ക്, വസദ്ദഖഹു വഅദഹും, അള്ളാഹു അവർക്ക് വാസ്തവമാക്കി കൊടുത്തു, വഅദഹു, അള്ളാഹുവിൻ്റെ കരാറിനെ, ഹത്താ ഇതുവരെ കശഫൽ മുശ്രിക്കീങ്ങൾ തോറ്റോടി, അനിൽ അസ്കരി, ഈ സൈന്യത്തെയും വിട്ട്, മുസ്ലിം സൈന്യത്തെയും വിട്ടിട്ട് അവരെന്ത് ചെയ്തു, പിന്തിരിഞ്ഞോടി നടത്തും, തോറ്റോടി എന്നാ കശഫാൻ എന്ന് പറഞ്ഞാൽ. ഒക്കാനത്തിൽ ഹസീമത്തു, അതായിരുന്നു അൽ ഹസീമ, തോൽവിയായിരുന്നു, അതന്നെ യഥാർത്ഥത്തിൽ തോൽവി എന്ന് പറഞ്ഞാൽ ഒരു പിന്തിരിഞ്ഞോടിയില്ല, പേടിച്ചോടിയില്ല, പിന്നെ തോൽവിയായില്ല, ലാ ശക്ക ഫിഹ, അതിലൊരു സംശയമില്ല, അത് തോൽവി തന്നെയായിരുന്നു. വല്ലത്ത് നിസാവു, പെണ്ണുങ്ങളും പിന്തിരിഞ്ഞോടി, വല്ലത്ത് തിരിഞ്ഞുപോയ നിസാഉ മുഷമ്മിറാത്തിൽ, അല്ലെ, ഇങ്ങനെ ഇവരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി വന്ന പെണ്ണുങ്ങൾ, അൽ ഹവാരിബ, ഓടുന്നവരായി പിന്തിരിഞ്ഞു പോയി. അപ്പം ശത്രുക്കൾ എന്തായി, പേടിച്ച് പിന്തിരിഞ്ഞോടിട്ടോ. പക്ഷേ കൈഫ ദാറത്ത് ദാഇറത്തു അലൽ മുസ്ലിമീൻ, പക്ഷേ മുസ്ലിമീങ്ങൾക്ക് എങ്ങനെയാണ് ആ വിപത്ത് ഓലിക്ക് തിരിച്ചു വന്നതെന്ന്, കൈഫ ദാറത്ത്, എങ്ങനെയാണ് മടങ്ങി വന്നത്, ദാഇറത്തു വിപത്ത്, അലൽ മുസ്ലിമീങ്ങൾക്കെതിരെ, അതാണ് പറയണത്. ഫബൈനമാഹും കദാലിക, ഇവരങ്ങനെ ഇതേ പ്രകാരമായിക്കൊണ്ടിരുന്നപ്പോൾ, ഇതിന് ഹസമൽ മുശ്രിക്കീങ്ങൾ തോറ്റോടി, അവർ പിന്തിരിഞ്ഞോടി, വല്ലോ മുദ്ബിരീൻ, അവർ പിന്തിരിഞ്ഞോടി, അതുവരെ ഇൻതഹു ഇല നിസായിഹിം, അവരുടെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് എത്തുന്നത് വരെ. ഫലമ്മാർ റുമാത്തു ദാലിക, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലൻ്റെ മുകളിൽ കുറേ അമ്പെയ്തുന്ന ആളുകൾ നിർത്തിക്കണില്ലേ. അപ്പോൾ ഈ അമ്പെയ്ത്തുകാർ ഇത് കണ്ടപ്പോൾ, മാലു, അവരിറങ്ങി വന്നു, ഇലൽ അസ്കരി, ഈ സൈന്യത്തിനടുക്കിലേക്ക്, വഹും മൂക്കിനൂന ബിൽ ഫതഹി, വഹും, ആ അമ്പെയ്ത്തുകാരായിരുന്നു, മൂക്കിനൂന, ഉറപ്പിച്ചിരുന്നു, ബിൽ ഫതഹി, വിജയിച്ചു എന്ന്, യുദ്ധം നമ്മൾ വിജയിച്ചു എന്ന് ഉറപ്പിച്ചിട്ട്. ഓർത്ത് നബി പറഞ്ഞിരുന്നു, വിജയം നമുക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്ത് സംഭവിച്ചാലും അല്ലേ, തലയിൽ നിന്നും കാക്കകൾ കൊത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താ, മരിച്ചിട്ട് ഇങ്ങനെ അല്ലേ കഷ്ണമായി കിടക്കണുണ്ടാവും, നിങ്ങൾ മേലെ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞ പോലെ എടുത്ത്. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഈ കാഫിര്യങ്ങൾ പിന്തിരിഞ്ഞു ഓടുന്ന കണ്ടപ്പോൾ നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവരവിടെ നിന്ന് ഇറങ്ങി വന്നു. ഒക്കാലും അവർ പറഞ്ഞു, ഏ കോമേൽ ഒനീമത്ത്, അതാ മറ്റുള്ള താഴെന്ന് ഇത് ചെയ്യുന്നവരൊക്കെ ഞാൻ വനീമത്ത് മുതൽ ശത്രുക്കളുടെ മുതലുകളൊക്കെ വാരി കൂട്ടില്ലേ, നമ്മൾ നോക്കി നമുക്ക് കിട്ടില്ല, വരുമ്പോൾ വനീമത്ത് എടുക്കുക, വനീമത്ത് മുതലെടുക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഫദക്കറും, അവരെ ഓർമ്മിപ്പിച്ചു, അമീറും, അവരെ നേതാവ്, അവരിലൊരാളിനെ നേതാവാക്കി വെച്ചിരുന്നു അല്ലേ, ആ നേതാവ് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു, അവർ അബ്ദുല്ലാഹിബ്നു ജുബൈർ എന്നുല്ലേ, മൂപ്പര് അവരെ ഓർമ്മിപ്പിച്ചു, അഹദ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരാറ്, നബി അവരുടെ തുറന്ന് ഇറങ്ങരുത് എന്ന് പറഞ്ഞില്ലേ. ഫലം യസ്മോ, പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ കേട്ടില്ല. വല്ലൊന്നു, അവർ വിചാരിച്ചു, അല്ലൈസൽമിലിൽ മുശ്രിക്കീന റജഅ, ഇനി മുശ്രിക്കീങ്ങൾ മടങ്ങിയൊന്നും വരൂല, അല്ലൈസൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടാവുകയില്ല റജഅത്തൊരു മടക്കം, ഇനിയിപ്പോൾ അവർ മടങ്ങിയൊന്നും വരൂല എന്ന് അവർ വിചാരിച്ചു. വാഹുലു, അവർ ഒഴിവാക്കിയ സേറ, വിടവ് അവർ ഒഴിവാക്കിയാണ്. ഇവരെ നബി നിർത്തിയത്, ഇവർ തിരിച്ചു പോയ മലൻ്റെ പിറകി ഭാഗത്തിലൂടെ കടന്നുവെന്ന് അറിയില്ല. അപ്പോൾ അവിടെ അടക്കണം, അവിടെ ഒരു ഓട്ടം ഉണ്ട്, ആ ഓട്ടം അടക്കാൻ വേണ്ടി ഇവരവിടെ നിർത്തിയില്ല. പക്ഷെ ഇവരാ വിടവിനെന്ത് ചെയ്തു, ഒഴിവാക്കി, കാലിയാക്കി. വഹല്ലു, അവരൊഴിവാക്കി, ളുഹൂറൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ മുതുകുകളിൽ ഇലൽ ഖൈരി, കുതിരപ്പടയാളികളിലേക്ക് ഒഴിവാക്കി. അത് ഒരായിക്കൂടെ വരും കുതിരപ്പടയാളികൾ, അപ്പോൾ അത് തടയാൻ വേണ്ടി നിർത്തി. ഇവർ ഇറങ്ങി വന്നില്ല, അപ്പോൾ അവരൊക്കെ പോയില്ലേ. وأصيب أصحاب لواء المشركين وأصيب أصحاب لواء المشركين حتى ما يدنو من واحد من القوم فتاو المشركين من خلفهم.
അങ്ങനെ മുസീബത്തെത്തിയ സ്വഹാബൽ ലിവാൽ മുഷ്രിക്കീങ്ങളുടെ മുഷ്രിക്കീങ്ങളുടെ പതാക വഹിക്കുന്ന ആളുകൾക്ക് ഒരു അവസരം കിട്ടി. അത്രത്തോളം മായദ്നൂമിന്നുമിനൽ കൗം, ഒരാളും ആ കൗമിനോട് അടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനത്തെ ആ ഒരു കൊടി പിടിച്ച ആളുകൾ ഫാത്താഹും. അപ്പോൾ അവർ വന്നു അൽ മുസ്ലിമീങ്ങളുടെ അടുക്കിലേക്ക് മുശ്രിക്കീങ്ങൾ വന്നു. മിൻ ഖൽഫിഹിം, അവരുടെ പിറകിലൂടെ വന്നു. അവർ ഇത്രയും നേരം അവർക്ക് അടുക്കാൻ പോലും സാധിച്ചിരുന്നില്ല അല്ലേ. അവർക്കൊക്കെ ഈ കൊടി പിടിച്ചിരുന്ന ആളുകൾക്കും എല്ലാവരും വെട്ടേറ്റും മുസീബത്ത് എത്തിയാണ്. പക്ഷേ ഇപ്പം ഈ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? മുസ്ലിങ്ങളെ പിറകു ഭാഗത്തിലൂടെ വന്നു. ഹസ്വാരിഹുൻ, അങ്ങനെ ഭയങ്കര ഒരു ബാക്കിലൂടെ വന്നിട്ടുണ്ട്. മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് ആകെ ബേജാറ്, എന്താ ചെയ്യേണ്ടത്? കാരണം പിറകിലൂടെ വരുന്ന ആരും അറിയുന്നില്ലേ. അവരാകെ പറഞ്ഞ സ്വാരിഹൻ, അങ്ങനെ ഒരു വട്ടഹസിക്കുന്ന ഒരാൾ കൂക്കി വിളിച്ച് പറഞ്ഞു, അല അറിയണ എന്നെ മുഹമ്മദൻ കത് കുത്തില്ല, മുഹമ്മദ് കൊല്ലപ്പെട്ടിട്ടോ എന്നൊന്നും ഒരാൾ എന്ത് ചെയ്തു? വിളിച്ചു പറഞ്ഞു എന്നാണ്. ഫതറാജൽ മുസ്ലിമുകളാകെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിറകോട്ട് എന്താണ് ഒരു ബേജാറ് അവർക്ക്. വക്കറൽ മുശ്രിക്കൂന ഖറത്തൻ, മുശ്രിക്കീങ്ങൾ ഒരു മടങ്ങി വരവൽ മടങ്ങി വന്നു. വൻതഹസു, അവർ മുതലെടുത്തു. അൽ ഫുർസത്ത, ഈ അവസരം മുതലെടുത്തു. ഇൻതഹസൽ ഫുർസ എന്നാൽ അവസരം മുതലെടുക്കുക, ടേക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയില്ല ഇംഗ്ലീഷിൽ. വക്കാന യൗമ ബലാഇൻ വതംഹീസ്, വക്കാന അതായിരുന്നു യൗമ ബലാഇൻ, ഒരു പരീക്ഷണത്തിൻ്റെ ദിവസം. വതംഹീസ് രണ്ടൊന്നെ അർത്ഥം. വഖല്ലസൽ അദുവു മിൻ ഇല റസൂലില്ല, വഖലസ അങ്ങനെ എത്തിച്ചേർന്നു അൽ അദു ശത്രു ഇല റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക്. വാസാബത്തുൽ ഹിജാറത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കല്ലുകൊണ്ട് ഏറിട്ടി. ഹത്താ വഖഅലി ഷഖ്ഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാഗത്തേക്ക് അത് സംഭവിച്ചു. ഉസീബത്ത് റുബായിയത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടി. വശജ്ജ വജ്ഹുഹു, മുഖത്ത് മുറിവ് പറ്റി. വജറഹത്ത് ഷഫത്തുഹു, നബിയുടെ ചുണ്ടിലും മുറിവ് പറ്റി. വജഅലദ്ദമു യസീലു അലാ വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ മുഖത്തു നിന്നും രക്തമൊലിച്ചിറങ്ങാൻ തുടങ്ങി. ഫയംസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിങ്ങനെ തുടക്കും. എന്നിട്ട് വയഖൂലു, പ്രവാചകൻ പറയും, കൈഫ യഫ്ലഹു ഖൗമുൻ ഖളിബു വജ്ഹ നബിയ്യിഹിം വഹുവ യദ്ഊഹും ഇലാ റബ്ബിഹിം. വയംസഹു, നബി ആ രക്തനെ തുടക്കുകയാണ്. എന്നിട്ട് പറയും, കൈഫ യഫ്ലഹു ഖൗമുൻ, ഒരു കൗം എങ്ങനെയാണ് വിജയിക്കുക? ഖളിബു, അവർ ചായം പൂശി, അവർ കളറടിച്ചു എന്നർത്ഥം. വജ്ഹ നബിയ്യിഹിം, അവരുടെ നബിയുടെ മുഖത്ത് രക്തം പുരട്ടിനെ കുറിച്ചാണ് നബി സാഹിത്യത്തിൽ പറയുന്നത്. രക്തം പുരട്ടിയ ആ കൗം എങ്ങനെയാണ് എന്ത് ചെയ്യുക? വിജയിക്കാന്ന്. വഹുവാ നബി യദ്ഊഹും, അവരെ വിളിക്കുന്നതില്ല റബ്ബിഹിം, അവർ റബ്ബിലേക്കാണ് ആ നബി വിളിച്ചത്. എന്നിട്ട് അവർ ആ നബിയുടെ മുഖത്ത് രക്തം കൊണ്ട് കളറടിച്ചു. അങ്ങനത്തെ സമയം എങ്ങനെ വിജയിക്കും എന്ന് പ്രവാചകൻ എന്ത് ചെയ്തു? പറഞ്ഞു എന്നാണ്. വലായഅലമു മുസ്ലിമൂന ബിമക്കാനിഹി, വലായഅലമു മുസ്ലിമീങ്ങൾക്ക് അറിഞ്ഞില്ല ബിമക്കാൻ, നബി എവിടെയുള്ളത്, നബിൻ്റെ സ്ഥലം എവിടെയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. വഅഖദ അലി ഇബ്നു അബി ത്വാലിബ് ബിയദി റസൂലില്ലാഹ്, അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ചു. വറഫഅഹു, നബി ഉയർത്തി. ത്വൽഹത്ത് ബിൻ ഉബൈദില്ല, നബി ഉയർത്തി. അത്തസ്തവ ഖായിമ, നബി ഒന്ന് പൊന്തി ഉയർന്നു നിൽക്കുന്നത് വരെ. വമസ്സ മാലിക് ബിൻ സിനാൻ അദ്ദമ അൻ വജ്ഹിഹി, വമസ്സ ഈമ്പി കുടിച്ചു എന്നാ. മാലിക് ബിൻ സിനാൻ എന്നവർ ഊമ്പി കുടിച്ചു. അദ്ദമ, രക്തത്തെ. അൻ വജ്ഹി, നബിൻ്റെ മുഖത്ത് വന്ന് രക്തം അദ്ദേഹം ഈമ്പി. എന്നിട്ട് ഇബ്തല, അത് വിഴുങ്ങി. വലം തക്കുൻ ഫുറത്തുൻ, വലം തക്കുൻ ഉണ്ടായിട്ടില്ല. ഫുറത്തിൻ്റെ ഒരു താർമാറാകൽ, മുസ്ലിമുകൾ ആകെ അങ്ങോട്ട് തവിടുപൊടിന്നായിട്ടില്ല, ഒരു ചെറിയൊരു എന്താണ് അതാ പറഞ്ഞത് വലം തക്കുൻ. അപ്പോൾ അവിടെ ഉണ്ടായിട്ടില്ല ഫുറത്തിനൊരു താർമാറാകൽ, ഷെറൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നകാനത്ത് ജൗലത്തിന് ഒരു മാറ്റം ഉണ്ടായി. എൽത്തറു ഇലൈഹൽ ജയ്ഷ് അതിലേക്ക് നിർബന്ധിതമായ ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. സുമയസ്തനിഫ് കറത്തുൻ, പിന്നെന്ത് ചെയ്തു? സ്ഥിരമായി നിൽക്കലും അടങ്ങി വന്നു എന്നാണ്. അപ്പോൾ ഇതിൽ മുസ്ലിങ്ങൾ തോറ്റു വിചാരിക്കേണ്ട, ഒരു ചെറിയൊരു പരീക്ഷണം മുസ്ലിമുകൾക്ക് ഉണ്ടായി. അവിടെ ഇത് ആകെ തകരുമാറോ താറുമാറാകലൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ബാക്കിലൂടെ വന്നു. അപ്പോൾ സൈന്യം അങ്ങോട്ട് തിരിഞ്ഞിക്കുക. അപ്പോൾ ഈ സൈന്യം ഫുള്ള് ഇങ്ങോട്ട് തിരിച്ചു നിർത്താൻ ഒരു ചെറിയൊരു മാറ്റം ആവശ്യമായി. അപ്പോൾ അത് മാത്രം ഉണ്ടായിട്ട് പിന്നെ നേരെയായി നിർത്തും. മാ അസ്വാബൽ മുസ്ലിമീന മിൻ നക്സത്തിൻ വമിഹ്ന വമാ ഉസീബു ബിഹി മിൻ ഖസാറത്തി ഫിൻ നുഫൂസ് വശഹാദത്തി മൻ കാന ഖുവതൽ ഇസ്ലാമിൽ മുസ്ലിമീൻ. വമാ ഒന്ന് അസാബ എത്തിയിരിക്കുന്നു മുസ്ലിമീങ്ങൾക്ക്, അത് പ്രയാസത്തിൽ നിന്നും മിഹനത്തിൻ, ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും മുസ്ലിമീങ്ങൾക്ക് എത്തിയത്. ഒമാ ഉസീബു ബിഹി മിൻ ഖസാറത്തി ഫി നുഫൂസ്, ശരീരങ്ങളിൽ അവർക്കൊന്ന് നഷ്ടം. വഷഹാദത്ത് മൻ ഖാന ഖുവത്തൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ശക്തിയായി നിന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകളൊക്കെ മരിച്ചു പോയില്ലേ, ഷഹീദായി, അതൊക്കെ സംഭവിച്ചത്.
വനാസിർ അലി റസൂലില്ല ദീൻ, ദീനെയും നബിയെയും സഹായിച്ചിരുന്ന ആളുകളൊക്കെ മരിച്ചുപോയി ചില ആളുകൾ. അതൊക്കെ ഉണ്ടായത് ഇന്നമാക്കാനത്തിൻ്റെ നത്തീജത്തു ജല്ലത്തി റുമാത്ത്, ഇതൊക്കെ ആ അമ്പെയ്ത്തുകാരുടെ പിഴവുകൊണ്ട് വന്നതാണ് എന്നർത്ഥം. വാദമി തമസ്സുക്കിഹിം, അവർ മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ് ബി തആലീമി റസൂലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം പാഠങ്ങൾ. വാ അമറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കൽപ്പിച്ചു, ലഹ്ളത്തി അഖീരി, അവസാനത്തെ നിമിഷം പോലും, വയഖ്ലാഇഹിം ജബ്ഹത്തില്ലത്തി അയ്യനവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർണയിച്ചു കൊടുത്ത ഭാഗം അവർ എന്താക്കി, ഒഴിച്ചിട്ടു. ഓകോലു, അപ്പോൾ അതുകൊണ്ടൊക്കെ വന്ന എന്താണ്, ഇതാണ് ഇപ്പോൾ എന്നർത്ഥം. ഓകോലു താല, അല്ലാഹു താല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞില്ലേ, വലഖദ് സദഖകുമുല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് വാസ്തവമാക്കി തന്നു, വഅദഹു, അല്ലാഹുവിൻ്റെ കരാറിനെ, ഇത് തഹസ്സുനും ബിഇദ്നിഹി, ഇത് തഹസ്സുനും നിങ്ങളെ ശത്രുക്കളെ വധിച്ചു കളഞ്ഞപ്പോൾ, ബിഇദ്നിഹി അല്ലാഹുവിൻ്റെ സമ്മതപ്രകാരം, ഹത്താ ഇദാ ഫശിൽത്തും, ഇതുവരെ നിങ്ങൾ ഭീരുക്കളാവുകയും, തനാസയത്തും ഫിൽ അംരി, കാര്യത്തിൽ നിങ്ങൾ ഭിന്നാഭിപ്രായക്കാരാവുകയും ചെയ്യുന്നത് വരെ. അപ്പോൾ നിങ്ങൾ കാര്യത്തിൽ ഭീരുക്കളാവുകയും ഭിന്നാഭിപ്രായങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നർത്ഥം. ആസയിത്തും, നിങ്ങൾ അനുസരണക്കേട് കാട്ടുകയും, മിൻ ബഅദി മാ അറാക്കും മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്ന്, അതായത് വിജയം അല്ലേ, അത് നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾ എതിർവർത്തിക്കുകയും ധിക്കാരത്തോട് നിങ്ങൾ എന്ത് ചെയ്തു, പ്രവർത്തിക്കുകയും ചെയ്തു. മിൻകും മൻ യുരീദു ദുന്യ, നിങ്ങളിൽ ദുന്യാവിനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. മിൻകും മൻ യുരീദുൽ ആഖിറ, നിങ്ങളിൽ ആഖിറത്തിനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. സുമ്മ സ്വറഫക്കും അൻഹും, പിന്നെ അള്ളാഹു നിങ്ങളെ തൊട്ട് എന്ത് ചെയ്തു, മാറ്റിക്കളഞ്ഞു. ലിയബ്തലീക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങളെ തിരിച്ചു കളഞ്ഞു. വലഖദ് അഫഅൻകും, നിശ്ചയം നിങ്ങളെ തൊട്ട് അള്ളാഹു അഫ്വ് ചെയ്തിരിക്കുന്നു. വല്ലാഹു ദു ഫദ്ലിൻ അലൽ മുഅ്മിനീൻ, അള്ളാഹു മുഅ്മിനീങ്ങളുടെ മേൽ ഔദാര്യം ചെയ്യുന്നവനാണ്, അനുഗ്രഹം ചെയ്യുന്നവനാണ്, ഔദാര്യം ചെയ്യുന്നവനാകുന്നു. ഇൻഷാ അല്ലാഹ് തൽക്കാലം അവിടെ നിർത്തി, നമ്മൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവരും ഇതുവരെയുള്ള ഭാഗങ്ങൾ കേൾക്കുകയും അതിലെ പ്രധാനപ്പെട്ട വാക്കുകളും അർത്ഥങ്ങളും ഒക്കെ എഴുതി അറിയിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.